Hi children, welcome to science class. In the previous class we started 12th chapter, reproduction in plants. Reproduction in plants. Okay, we can continue the chapter. Next topic, spore formation. Spore formation. In chapter 1, you learned that fungi on a bread piece grow from spores which are present in the air. ബ്രെഡിന്റെ മുകളിലൊക്കെ കാണുന്ന പൂപ്പലുണ്ട്. ആ പൂപ്പലിനെയാണ് സ്പോർട്സ് എന്ന് പറയുന്നത്. പൂപ്പലാണ് എന്ത്? സ്പോർട്സ് എന്ന് പറയുന്നത്. ബ്രെഡിന്റെ മുകളിലുള്ള സ്പോർട്സിനെ ഒബ്സർവ് ചെയ്യാനാണ് പറയുന്നത്. ഗ്രീൻ കളറിലുള്ള സ്പോർട്സ്. When spores are released, they keep floating in the എയർ. സ്പോർട്സിനെ റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്? അത് വെയിറ്റ്ലെസ് ആണ്, എയറിൽ ഫ്ലോട്ട് ചെയ്യും. As they are very light, they can cover long distances. Spores are asexual reproductive body. Asexual reproduction ആണ് സ്പോർട്സിൽ സംഭവിക്കുന്നത്. Each spore is covered by a hard protective coat to withstand unfavorable conditions such as high temperature and low humidity. ഭയങ്കര എന്താണ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രൊട്ടക്റ്റീവ് കോട്ട് സ്പോർട്സിനുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫേവറബിൾ ആയിട്ടുള്ള അൺഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് ആയിട്ടുള്ള ഹൈ ടെമ്പറേച്ചർ, ലോ ഹ്യൂമിഡിറ്റി ഒക്കെ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. So they can survive for a long time under favorable conditions. Spore germinate and develop into new individual. അതിന് ഫേവറബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ വന്നാല് അതെന്താവും? ആ സ്പോർ ജെർമിനേറ്റ് ചെയ്തിട്ട് ന്യൂ ഇൻഡിവിജ്വൽ ആയിട്ട് ഡെവലപ്പ് ചെയ്യും. ഓക്കെ, അങ്ങനത്തെ സ്പോർട്സ് വഴി ഫോം ചെയ്യുന്ന പ്ലാന്റ്സ് ആണ് മോസ് ആൻഡ് ഫേൺസ്. മോസ് ആൻഡ് ഫേൺസ്. ഓക്കെ, ഫേണിന്റെ പിക്ചർ ആണിത്. നെക്സ്റ്റ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഓക്കെ, നിങ്ങൾ ഫ്ലവറിന്റെ സ്ട്രക്ചറിലൊക്കെ പഠിച്ചിട്ടുണ്ട് സെക്ഷൽ റീപ്രൊഡക്ഷൻ. യു നോ ദാറ്റ് ദ ഫ്ലവേഴ്സ് ആർ ദ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് എ പ്ലാന്റ്. പ്ലാന്റിന്റെ റീപ്രൊഡക്റ്റീവ് പാർട്ട് എന്ന് പറയുന്നത് പ്ലാന്റ് ആണ്, ഫ്ലവർ ആണ്. അതിൽ തന്നെ സ്റ്റെയിമൻ ഉണ്ട്, പിസ്റ്റിൽ ഉണ്ട്. സ്റ്റെയിമൻസ് ആർ ദ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്. ഫ്ലവറിന്റെ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ആണ് സ്റ്റെയിമൻ. ആൻഡ് പിസ്റ്റിൽ ഇസ് ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്. പിസ്റ്റിൽ എന്ന് പറയുന്നത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ആണ്. സ്റ്റെയിമന്റെ പിക്ചർ ആണത്. സ്റ്റെയിമൻ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ആണ്. സ്റ്റെയിമന്റെ പിക്ചർ ആണത്. ഓക്കെ, take a mustard or china rose or petunia flower and separate its reproductive part. ഒരു ആക്ടിവിറ്റി ആണ്. ഹിബിസ്കസ്, ചെമ്പരത്തി ഒക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് സെപ്പറേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. അതിന്റെ സെന്റർ പോർഷനെയാണ് അതിൽ നടുവിലായിട്ട് കാണുന്ന അതാണ് സ്റ്റേമൻ എന്ന് പറയുന്നത്. അതിന്റെ ടോപ്പിലുള്ള പോർഷൻ ആണ് ആന്തർ. ആ ട്യൂബിന് പറയുന്ന പേരാണ് ഫിലമെന്റ്. ഓക്കെ, flowers which contain either only pistil or only stamen are called unisexual flowers. ഫ്ലവേഴ്സിൽ തന്നെ ഒന്നുകിൽ പിസ്റ്റിൽ മാത്രം ഉള്ളത്, മെയിൽ റിപ്രൊഡക്റ്റീവ് പാർട്ട് അല്ലെങ്കിൽ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് പാർട്ട് മാത്രം ഉള്ളതിനെ യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് എന്ന് പറയും. പക്ഷെ ചില ഫ്ലവേഴ്സിൽ which contain both stamens and pistil, ചില ഫ്ലവേഴ്സിൽ സ്റ്റേമനും ഉണ്ടായിരിക്കും പിസ്റ്റിലും ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ഫ്ലവേഴ്സിന് പറയുന്ന പേരാണ് ബൈസെക്ഷൽ ഫ്ലവേഴ്സ്. ബൈസെക്ഷൽ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, കോൺ, പപ്പായ ആൻഡ് കുക്കുംബർ പ്രൊഡ്യൂസ് യൂണിസെക്ഷൽ ഫ്ലവേഴ്സ്. യൂണിസെക്ഷൽ ഫ്ലവേഴ്സിന് എക്സാമ്പിൾ ആണ് കോൺ, പപ്പായ, കുക്കുംബർ. അതിൻ്റെ അകത്ത് ഒന്നുകിൽ സ്റ്റേമൻ മാത്രം അല്ലെങ്കിൽ പിസ്റ്റിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. Whereas mustard, rose and petunia have bisexual flowers. മസ്റ്റാർഡില്, റോസില്, പെറ്റൂണിയ പ്ലാന്റിലൊക്കെ ബൈസെക്ഷൽ ഫ്ലവേഴ്സ് ആണ്. മെയിൽ പാർട്ടും ഉണ്ട്, ഫീമെയിൽ പാർട്ടും ഉണ്ട്. ഓക്കെ, പിസ്റ്റിലിന്റെ പിക്ചർ ആണിത്. പിസ്റ്റിലിന്റെ പോർഷൻസ് ഏതൊക്കെയാണ്? സ്റ്റേമന്റെ പാർട്സ് ആണ് ആന്തർ ആൻഡ് ഫിലമെന്റ്. പാർട്സ് ഓഫ് സ്റ്റേമൻ ആർ ആന്തർ ആൻഡ് ഫിലമെന്റ്. Parts of pistil are stigma, style, ovary. Stigma, style, ovary. ഇതൊക്കെ ക്ലാസ് ആക്ടിവിറ്റി ആണ്. ക്ലാസ്സിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് അതിന്റെ പോർഷൻസ് ഒക്കെ കാണിക്കുന്നതാണ്. ഓക്കെ, പിസ്റ്റിലിന്റെ പാർട്സ് ആണ് സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി. ഓവറിന്റെ അകത്ത് നിറയെ എന്തുണ്ട്?
ovules ഉണ്ട്. ഓവറിയിൽ നിറയെ ovules ഉണ്ട്. Okay. Parts of stamen are anther and filament, and parts of pistil, female reproductive part ആണ് pistil. Parts of pistil are stigma, style, and ovary. Ovary contain ovules. Okay. Next, anther contain pollen grains which produce male gametes. നിങ്ങൾക്ക് ഹിബിസ്കസ് ചെമ്പരത്തിന്റെ ആ നടുവിലുള്ള പോർഷൻ അതാണ് എന്ത് പറയുന്നത് ആന്തർ എന്ന് പറയുന്നത്. അതിന്റെ മുകളിൽ നിറയെ മഞ്ഞ കളറുള്ള പൊടി നിങ്ങൾക്ക് കാണാൻ പറ്റും. അതാണ് പോളൻ ഗ്രെയിൻസ് എന്ന് പറയുന്നത്. ആന്തർ കണ്ടെയ്ൻ പോളൻ ഗ്രെയിൻസ് വിച്ച് പ്രൊഡ്യൂസ് മെയിൽ ഗാമെറ്റ്സ്. ആ പോളൻ ഗ്രെയിൻസ് ആണ് മെയിൽ ഗാമെറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എ പിസ്റ്റൽ കൺസിസ്റ്റ് ഓഫ് സ്റ്റിഗ്മ, സ്റ്റൈൽ ആൻഡ് ഓവറി. ഓവറി കണ്ടെയ്ൻ വൺ ഓർ മോർ ഓവ്യൂൾസ്. നമ്മൾ പറഞ്ഞു ഓവറിന്റെ അകത്ത് ഓവ്യൂൾസ് ഉണ്ടായിരിക്കും. ദാറ്റ് ഓവ്യൂൾസ് ആർ ഫീമെയിൽ ഗാമെറ്റ്സ്. അപ്പൊ ഒരു ഹിബിസ്കസിന്റെ കേസിൽ പറയുകയാണെങ്കിൽ അതിന്റെ നടുവിലുള്ള പോർഷനെയാണ് നടുവിലുള്ള ട്യൂബ് പോലെയുള്ളതിനെയാണ് ആന്തർ എന്ന് പറയുന്നത്. ആ ട്യൂബിന്റെ എൻഡിൽ നിങ്ങൾക്ക് നോക്കിയ യെല്ലോ കളർ ഒരു പൊടി കാണാൻ പറ്റും. അതാണ് പോളൻ ഗ്രെയിൻസ് എന്ന് പറയുന്നത്. ആ ട്യൂബ് എൻഡ് ചെയ്യുന്നത് ഒരു വൈറ്റ് കളർ ഒരു കപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ട്യൂബ് എൻഡ് ചെയ്യുന്നത് ആ ഹിബിസ്കസിന്റെ ഇതളുകളെല്ലാം പോക്കിക്കഴിഞ്ഞാൽ ആ ട്യൂബ് എൻഡ് ചെയ്യുന്നിടത്തില് ഓവറി കാണാൻ പറ്റും. ഓവറി ചെറുതായിട്ട് കട്ട് ചെയ്ത് നോക്കിയാൽ ബ്ലേഡ് ഉപയോഗിച്ച് കട്ട് ചെയ്ത് നോക്കിയാൽ അതിന് നിറയെ ഓവ്യൂൾസ്, ചെറിയ ചെറിയ കുരു കാണാൻ പറ്റും. ഓവ്യൂൾസ്. ആ ഓവ്യൂൾസ് ഫീമെയിൽ ഗാമെറ്റ്സ് ആണ്. ഫീമെയിൽ ഗാമെറ്റ്സ് ഓർ ദ എഗ് ഈസ് ഫോം in an ovule. ഓവ്യൂളിലാണ് എഗ് ഫോം ചെയ്യുന്നത്. ഇൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ എ മെയിൽ ആൻഡ് എ ഫീമെയിൽ ഗാമെറ്റ് ഫ്യൂസ് ടു ഫോം സൈഗോട്ട്. സെക്ഷൽ റീപ്രൊഡക്ഷനിൽ മെയിൽ ഗാമേറ്റും ഫീമെയിൽ ഗാമേറ്റും കൂടെ ഫ്യൂസ് ചെയ്തിട്ട് രണ്ടും കൂടെ കൂടിച്ചേർന്നിട്ട് സൈഗോട്ട് ഫോം ചെയ്യും. രണ്ടും മെയിൽ ഗാമേറ്റും ഫീമെയിൽ ഗാമേറ്റും കമ്പൈൻ ചെയ്ത് ഫോം ചെയ്യുന്നതാണ് സൈഗോട്ട്. ഓക്കെ. നെക്സ്റ്റ് അബൌട്ട് പോളിനേഷൻ. പോളിനേഷൻ, വാട്ട് ഇസ് പോളിനേഷൻ? Pollen grains in a transfer in the process ആണ് pollination. Pollen grains have a tough protective coat which prevents them from drying up. Since pollen grains are light, they can be carried by wind or water. നമുക്കറിയാം ആ പൂവിന്റെ മുകളിലുള്ള pollen grains, ആ പൊടി എന്ന് പറയുന്നത് ഭയങ്കര വെയിറ്റ്ലെസ് ആണ്, ലൈറ്റ് ആണ്. അതുകൊണ്ട് തന്നെ കാറ്റടിച്ചാലോ അല്ലെങ്കിൽ വെള്ളം ഒക്കെ വാട്ടറിന്റെ എഫക്റ്റ് കൊണ്ടോ അതെന്താവും ട്രാൻസ്ഫർ ചെയ്യാം. വിൻഡിന് ഈസി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, വാട്ടറിന് ഈസി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഇൻസെക്ട്സ് വിസിറ്റ് ഫ്ലവേഴ്സ് ആൻഡ് ക്യാരി അവേ പോളൻ ഓൺ ദെയർ ബോഡി. എന്തെങ്കിലും ഒരു ഇൻസെക്ട്, ഇപ്പൊ ഹിബിസ്കസിന്റെ മുകളിലൊക്കെ ഒരു ഇൻസെക്ട് വന്നിരുന്നിട്ടുണ്ടെങ്കിൽ ആ പൊടി, ആ യെല്ലോ കളർ പൊടി അതിന്റെ ബോഡിയിലാവും. സം ഓഫ് ദ പോളൻ ലാൻഡ്സ് ഓൺ ദ സ്റ്റിഗ്മ ഓഫ് എ ഫ്ലവർ ഓഫ് ദ സെയിം കൈൻഡ്. The transfer of pollen from the anther to the stigma of a flower is called pollination. So what is pollination? The transfer of pollen grains from anther to stigma of a flower is called pollination. ഒരു pollen grains ആന്തറിൽ നിന്നിട്ട് സ്റ്റിഗ്മയിലേക്ക്, ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് പാർട്ടിലേക്ക്, സ്റ്റിഗ്മയിലേക്ക് എത്തുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് pollination. There are two types of pollination, self pollination and cross pollination. പോളിനേഷൻ എന്ന് പറഞ്ഞാൽ യെല്ലോ കളറുള്ള പൊടി എവിടേക്ക് എത്തുന്നത്? സ്റ്റിഗ്മയിലേക്ക് എത്തുന്ന പ്രോസസ് ആണ് പോളിനേഷൻ. ഓക്കെ. വാട്ട് ഇസ് സെൽഫ് പോളിനേഷൻ? If the pollen lands on the stigma of the same flower or another flower of the same plant, it is called self pollination. When the pollen of a flower lands on the stigma of a flower of different plant of the same kind, it is called cross pollination. Okay, look at the picture. ഈ പിക്ചറിന്റെ അകത്ത്, ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ എന്താണ് ആന്തർ ആണ് ഇത് തന്നിട്ടുള്ളത്. ഇതിന്റെ അകത്തുനിന്ന് പോളൻ ഗ്രെയിൻസ് ആ സെയിം പ്ലാന്റിന്റെ, സെയിം ഫ്ലവറിന്റെ, അതേ ഫ്ലവറിന്റെ വേറൊരു സ്റ്റിഗ്മയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സെൽഫ് പോളിനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ പോളൻ ഗ്രെയിൻസ് ഒരു സെയിം ഫ്ലവറിന്റെ തന്നെ സ്റ്റിഗ്മയിലേക്ക്, ആന്തറിൽ നിന്ന് സ്റ്റിഗ്മയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സ് സെൽഫ് പോളിനേഷൻ. ക്രോസ് പോളിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലവറിന്റെ ആന്തറിൽ നിന്ന് പോളൻ ഗ്രെയിൻസ് വേറൊരു, ആ ചെടീന്റെ തന്നെ വേറൊരു ഫ്ലവറിന്റെ എന്തിലേക്ക്, സ്റ്റിഗ്മയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ് ആണ് ക്രോസ് പോളിനേഷൻ. ഓക്കെ. പോളിനേഷൻ, വാട്ട് ഇസ് പോളിനേഷൻ? പോളൻ ഗ്രെയിൻസ് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ് ആണ് ആന്തറിൽ നിന്ന് സ്റ്റിഗ്മയിലേക്ക്. സെൽഫ് പോളിനേഷൻ എന്ന് പറഞ്ഞാല് സെയിം പ്ലാന്റിന്റെ ഒരു ഫ്ലവർ തന്നെ, സെയിം ഫ്ലവറിൽ നിന്ന് തന്നെ
സെയിം ഫ്ലവറിന്റെ ആന്തറിൽ നിന്ന് പോളൻ ഗ്രെയിൻസ് ആ ഫ്ലവറിന്റെ തന്നെ സ്റ്റിഗ്മയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ് സെൽഫ് പോളിനേഷൻ. ക്രോസ് പോളിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്ലാന്റിന്റെ ആന്തറിൽ നിന്ന് പോളൻ ഗ്രെയിൻസ് ആ പ്ലാന്റിന്റെ തന്നെ വേറൊരു ഫ്ലവറിന്റെ സ്റ്റിഗ്മയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ് ആണ് ക്രോസ് പോളിനേഷൻ. പിക്ചറിൽ മനസ്സിലാവും, ഇവിടുത്തെ ആന്തറിൽ നിന്ന് ആ ഫ്ലവറിന്റെ തന്നെ സ്റ്റിഗ്മയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇവിടെ ഒരു ഫ്ലവറിന്റെ ആന്തറിൽ നിന്നുള്ള പോളൻ ഗ്രെയിൻസ് വേറൊരു ഫ്ലവറിന്റെ സ്റ്റിഗ്മയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ക്രോസ് പോളിനേഷൻ, സെൽഫ് പോളിനേഷൻ. Okay, understood? Next, fertilization. What is fertilization? The cell which result after fusion of gametes is called zygote. എന്താണ്? ഗാമെറ്റ്സ്, മെയിൽ ഗാമെറ്റ്സും ഫീമെയിൽ ഗാമെറ്റ്സും കൂടെ കമ്പൈൻ ചെയ്തുണ്ടാവുന്നതാണ് സൈഗോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ്? പോളൻ ഗ്രെയിൻസ് പോളൻ ട്യൂബിലൂടെ ട്രാൻസ്ഫർ ചെയ്ത് എവിടെ എത്തും? ഓവറിയിലെത്തും. ഓവറിയിൽ നിന്ന് ഓവ്യൂളായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഫോം ചെയ്യുന്നതാണ് സൈഗോട്ട്. ഓക്കെ, the male gametes and female gametes fuse together to form embryo or zygote. ആ മെയിൽ ഗാമറ്റും ഫീമെയിൽ ഗാമറ്റും കമ്പൈൻ ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഫെർട്ടിലൈസേഷൻ. ദ സൈഗോട്ട് ഡെവലപ്പ് ഇൻ ടു എംബ്രിയോ. സൈഗോട്ട് ഫ്യൂസ് ചെയ്തിട്ടുണ്ടാവുന്ന സൈഗോട്ട് എംബ്രിയോ ആയിട്ട് ഡെവലപ്പ് ചെയ്യും. ഓക്കെ, next, fruits and seed formation. After fertilization, the ovary grows into a fruit. Fertilization process കഴിഞ്ഞാൽ ovary ആണ് fruit ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. And other parts of the flower fall off. വേറെ പാർട്സ് ഒക്കെ എന്താവും? ഇല്ലാണ്ടായിപ്പോ. The fruit is the ripened ovary. ഫ്രൂട്ടിനെയാണ് എന്ത് പറയുന്നത്? ripened ovary എന്ന് പറയുന്നത്. അപ്പൊ ഫ്രൂട്ട് ആണ് ഒരു ഫ്ലവറിന്റെ ഓവറി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് about seed dispersal. Next, seed dispersal. In nature, same kind of plants grow at different places. നമ്മൾ കണ്ടിട്ടുണ്ട് ഒരേ തരത്തിലുള്ള പ്ലാന്റ്സ് പല പ്ലേസസിൽ വളരുന്നുണ്ട്. This happens because seeds are dispersed to different places. അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? സീഡ്, ആ പ്ലാന്റിന്റെ സീഡ് ഡിസ്പേഴ്സ് ആവുന്നത് കൊണ്ടാണ്, വേറൊരു സ്ഥലത്തേക്ക് എത്തുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. Sometimes after a walk through a forest or a field or a park, you may have found seeds or fruits sticking to your clothes. ഇപ്പൊ നമ്മൾ ഫോറസ്റ്റിലൂടെ എന്തിലൂടെ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പം അവിടെ ആ പ്ലാന്റിന്റെ മുകളിലുള്ള സീഡ്സ് ഫ്രൂട്ട്സ് ഒക്കെ നമ്മളെ ഡ്രസ്സിൽ സ്റ്റിക്ക് ആവാറുണ്ട്, കൊളത്തി പിടിക്കാറൊക്കെ ഉണ്ട്. Did you try to observe how these seeds were clinging to your clothes? എന്തുകൊണ്ടായിരിക്കും നമ്മളെ ഡ്രസ്സിലൊക്കെ കൊളത്തി പോകുന്നത്? What do you think will happen if all seeds of a plant were to fall at the same place and grow there? There would be the severe competition for sunlight, water, minerals and space. ഇപ്പൊ ഒരു പ്ലാന്റിന് വളരണമെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻസ് ആവശ്യമാണ്? സൺലൈറ്റ് വേണം, ഇനഫ് സൺലൈറ്റ്, വാട്ടർ, മിനറൽസ്, സ്പേസ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അത് വളരുള്ളൂ. ആസ് എ റിസൾട്ട് the seeds would not grow into healthy plant. ഈ ഒരു കണ്ടീഷൻസ്, ഫേവറബിൾ കണ്ടീഷൻസ് ഒന്നും ഇല്ലെങ്കിൽ ഒരു പ്ലാന്റ് എന്താവില്ല, ഹെൽത്തി പ്ലാന്റ് ആയിട്ട് വളരില്ല. Plants benefit by seed dispersal. It prevents competition between the plant and its own seedlings for sunlight, water and minerals. It also enables the plants to invade new habitats for wider distribution. Seeds and fruits of plants are carried away by wind, water and animals. But dispersion agents are. What are the dispersion agents? വാട്ടർ, വിൻഡ്, ആനിമൽസ്. വാട്ടർ ഒരു സീഡിനെ വേറൊരു സ്ഥലത്ത് എത്തിക്കുന്നുണ്ട്. വിൻഡ്, കാറ്റടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്ലാന്റിന്റെ സീഡ് വേറൊരു സ്ഥലത്ത് എത്തുന്നുണ്ട്. ആനിമൽസിന്റെ ബോഡിയിലൊക്കെ കൊളത്തി പിടിച്ചിട്ട് വേറൊരു സ്ഥലത്ത് എത്തുന്നുണ്ട്. സീഡ്സ് ആൻഡ് ഫ്രൂട്ട്സ് ഓഫ് പ്ലാന്റ്സ് ആർ carried away by wind, water and animals. Winged seeds such as those of drumstick, അതായത് ചിറക് പോലെയുള്ള winged seeds, ഇതുപോലെയുള്ളത് ഡ്രംസ്റ്റിക്, മാപ്പിൾ, ഡ്രംസ്റ്റിക്, മാപ്പിൾ, അതിന്റെയൊക്കെ സീഡ് എന്ന് പറയുന്നത് വിങ്ഡ് ആണ്. അങ്ങനത്തെ സീഡ്സിന്റെ ഒക്കെ പ്രത്യേകത എന്താണ്? ദാറ്റ് സീഡ്സ് ആർ ലൈറ്റ് ആണ്, ലൈറ്റ് സീഡ്സ് ആണ്. അത് മാത്രമല്ല അതിനെന്താണ്ട് ഹെയറി ഒക്കെ ഉണ്ട്, ഹെയറി സീഡ്സ് ആണ്. അതിന്റെ സീഡിന്റെ മുകളിൽ എന്തുണ്ടായിരിക്കും? സീഡിന്റെ മുകളിൽ എന്തായിരിക്കും? നല്ല ഹെയർസ് ഉണ്ടായിരിക്കും. അങ്ങനത്തെ സീഡ്സ് ഒക്കെ എന്താണ്? വെയിറ്റ്ലെസ് ആയിരിക്കും. അപ്പൊ കാറ്റടിക്കുന്ന സമയത്ത് തന്നെ അതൊരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ഡിസ്പേഴ്സ് ആവും. ആൻഡ് ഹെയറി ഫ്രൂട്ട് ഓഫ് സൺഫ്ലവർ ഗെറ്റ് ബ്ലോൺ ഓഫ് വിത്ത് ദ wind to far away places. Some seeds are dispersed by water. ചില സീഡ്സ് വാട്ടറിന്റെ ഫോഴ്സിൽ അവിടുന്ന് ഒഴുകിയിട്ട് വേറൊരു സ്ഥലത്ത് എത്തും. എന്നിട്ട് എവിടെയാണോ എത്തുന്നത് അവിടെ പുതിയ പ്ലാന്റ് ആയിട്ട് വളരും.
These fruits or seeds usually develop floating ability in the form of spongy or fibrous outer coat as in coconut. ചില ഫ്രൂട്ടിന് ഇപ്പൊ കോക്കനട്ട് പോലെയുള്ള ചില ഫ്രൂട്ടിന് അതിന് ഫൈബ്രസ് ആയിട്ടുള്ള ഔട്ടർ കവറിംഗ് ആണ്. അപ്പൊ അതിനെന്താണ് ഫ്ലോട്ടിംഗ് എബിലിറ്റി ഉണ്ട്, വെള്ളത്തിലൂടെയൊക്കെ ഒഴുകി നടക്കാനുള്ള എബിലിറ്റി ഉണ്ട്. അപ്പൊ ഒരു കോക്കനട്ട് ഒക്കെയാണ് ഒരു വെള്ളത്തിൽ വീണിട്ടുണ്ടെങ്കിൽ അതെന്താവും, അത് അവിടെ നിന്ന് ഒഴുകിയിട്ട് വേറെ എവിടെയെങ്കിലും ചെന്നിട്ട് ഡെപ്പോസിറ്റ് ആവും, എവിടെയെങ്കിലും വന്ന് എത്തി നിൽക്കും. പിന്നെ അവിടെ അത് എത്തി നിൽക്കുന്ന സ്ഥലത്ത് അതൊരു ന്യൂ പ്ലാന്റ് ആയിട്ട് വളരും. Especially spiny seeds with hooks which get attached to the bodies of animals and are carried to distant places. ചില സീഡ്സിന് ഹുക്സ് ഉണ്ടായിരിക്കും. അപ്പൊ എന്താ ബോഡിയിൽ, ആനിമൽസിന്റെ ബോഡിയിലൊക്കെ എന്താവും, അറ്റാച്ച് ആവും. എന്നിട്ട് അത് വേറെ ഏതെങ്കിലും സ്ഥലത്ത് ആനിമൽ എവിടെയാണോ വന്ന് നിൽക്കുന്നത് അവിടെയൊക്കെ അത് ന്യൂ പ്ലാന്റ് ആയിട്ട് വളരും. എക്സാമ്പിൾസ് അങ്ങനത്തെ ഹുക്സ് ഉള്ള plants ആണ്. Examples are Xanthium and Urina. Xanthium plant and Urina. Okay. Some seeds are dispersed when the fruits burst with sudden jerks. ചില സീഡ്സ് എങ്ങനെയാ ഡിസ്പേഴ്സ് ആവുന്നത്, അത് ഉണങ്ങിയിട്ട് നന്നായിട്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ അത് പൊട്ടും. ആ പൊട്ടുന്ന ഫോഴ്സിൽ അത് എങ്ങോട്ടെങ്കിലും തെറിച്ചു വീണിട്ട് അവിടെ ന്യൂ പ്ലാന്റ് ആയിട്ട് വളരും. The seeds are scattered far from the parent plant. Parent plant എന്ന് കുറെ വിട്ടിട്ടായിരിക്കും അത് പൊട്ടിത്തെറിച്ചെത്തിയിട്ടുണ്ടാവുക. This happens in the case of castor and balsam. കാസ്റ്ററിന്റെയും ബാൽസത്തിന്റെ ഒക്കെ കേസിൽ അങ്ങനെയാണ് ഡിസ്പേഴ്സ് ആവുന്നത്. Okay, chapter finished here. Study well. Thank you.